ഗായ്സ്, അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതല്ലേ? നമ്മളിന്ന് ബബ്ബബ്ബ കാണാൻ പോവുകയാണ്. ഇന്നാണ് ബബ്ബബ്ബ റിലീസായത്. നമ്മളപ്പോൾ വൈകുന്നേരം 8 മണിക്കത്തെ ഷോയ്ക്ക് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെഡി ആവാം. ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഓവർ മേക്കപ്പ് ഒന്നും ഇല്ല, സിമ്പിൾ ലുക്കാണ് കേട്ടോ. അപ്പോൾ കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ദിലീപേട്ടൻ്റെയും ലാലേട്ടൻ്റെയും സിനിമ ആയതുകൊണ്ട് തന്നെ പോകാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ദിലീപേട്ടൻ്റെ മൂവിയൊക്കെ തിയേറ്ററിൽ ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുത്ത് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ സുധീഷ് ചേട്ടൻ ഇത് ബുക്ക് ചെയ്ത് അന്ന് ഇറങ്ങുന്ന ദിവസം തന്നെ വൈകിട്ടത്തെ ഷോയ്ക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹാപ്പി ആയിരുന്നു, കാണാൻ പോകുകയാണല്ലോ എന്നുള്ള ഒരു ചേട്ടനാണെങ്കിൽ പുറത്തോട്ട് പോയേക്കാണ് കേട്ടോ. ഇനി വരണം, അതുവരെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ണടൻ്റെ മുന്നിൽ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പനിയുടെയും ചെറിയൊരു കെട്ടാനാണ് നോക്കുന്നത് കേട്ടോ. എ സി കെട്ടാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്, ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് ലുക്ക്. എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോണി കെട്ടുന്നതാണ് എനിക്ക് കംഫർട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ അഴിച്ചിടും, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കെട്ടി വെക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ പോണി കെട്ടുന്നതാണ് എനിക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു, ഇനി നമുക്ക് സിനിമയ്ക്ക് പോകാം. കമോൺ. അപ്പോൾ സുധീഷേട്ടൻ സ്വാമിയാണ് കേട്ടോ. ശബരിമലയ്ക്ക് പോവാണ്, 21-ാം തീയതിയാണ് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ബ്ലാക്കൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ എംലാലിലാണ് വന്നത് കേട്ടോ. സ്റ്റാർട്ടിങ്ങേ കാണണമെന്നുള്ള ഇതിൽ ഞങ്ങൾ വന്നു. 8 മണിക്കത്തെ ഷോയാണ് കേട്ടോ നൈറ്റ്. പക്ഷെ കറക്റ്റ് 8 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മളവിടെ എത്തുന്നത് തന്നെ. പക്ഷെ എന്തോ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഒരു 5 മിനിറ്റ് ലേറ്റായിട്ടാണ് സിനിമ തുടങ്ങിയത്. ഒരു രക്ഷയില്ല മക്കളെ, പോയി കാണണം, അടിപൊളി. പിന്നെ ഒരു പോപ്കോണും കഴിച്ച് ഞങ്ങൾ